സ്നേഹമുള്ളവരെ, ഇന്ന് മാനസികാരോഗ്യ ദിനമാണ്. ഈ ദിനത്തിൽ നാം ചിന്താവിഷയമായി എടുക്കുക ആപത്ഘട്ടങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും ലഭ്യമാകുന്ന മാനസികാരോഗ്യ സേവനങ്ങളെക്കുറിച്ചാണ്. പലവിധ ദുരന്തങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന തലമുറയാണ് നമ്മുടേത്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ, ലോകജനതയെ ആകമാനം സ്തംഭിപ്പിച്ച കോവിഡ് പോലെയുള്ള പകർച്ചവ്യാധികളും, രാജ്യങ്ങൾക്കിടയിലുള്ള യുദ്ധങ്ങളും സാമ്പത്തിക തകർച്ചകളുമൊക്കെ നമ്മുടെ തലമുറയെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ദുരന്തങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും മനുഷ്യൻ്റെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും തകർക്കുന്ന അനുഭവങ്ങളാണ്. ദുരന്തങ്ങളോടും പ്രതിസന്ധികളോടുമുള്ള മനുഷ്യൻ്റെ പ്രതികരണം വ്യത്യസ്തമാണ്. അതിനാൽ തന്നെ മാനസികാരോഗ്യ സേവനങ്ങൾ അടിയന്തരാവസ്ഥകളിൽ അനിവാര്യമാണ്. പ്രതിസന്ധികളിലൂടെയും ദുരന്തങ്ങളിലൂടെയും കടന്നുപോകുന്നവരിൽ 20% പേർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. മനസ്സിൻ്റെ വേദന അദൃശ്യമാണ്. ഒരു ദുരന്തം കഴിഞ്ഞ് വീടുകൾ പുനർനിർമ്മിക്കാം, റോഡുകൾ പുനഃസ്ഥാപിക്കാം. പക്ഷേ പലരുടെയും മനസ്സുകളിൽ ദുരന്തം മൂലമുണ്ടായ വേദന തുടർന്നുകൊണ്ടിരിക്കും. കുട്ടികൾ ഉറക്കമില്ലാതെ, മുതിർന്നവർ ആശങ്കയോടെ, യുവജനങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിക്കുന്നത് നാം കാണാതെ പോകുന്നു. അതിനാൽ മനസ്സിൻ്റെ പുനരധിവാസം എന്നത് അത്യാവശ്യമായി നാം ചെയ്യേണ്ട ഒരു സേവനമാണ്. ഈ സേവനത്തിന് നാം ഉപയോഗിക്കുന്ന പ്രായോഗിക മാർഗരേഖയാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഏതെല്ലാം കാര്യങ്ങളാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതാണ്. ആളുകളെ അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി അവർ സുരക്ഷിതരാണ് എന്ന് ഉറപ്പു നൽകുക. അതിനുശേഷം ശാന്തമാകാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും നല്ല മാർഗം ബ്രീത്തിങ് എക്സസൈസ് ആണ്. ആഴത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പഠിപ്പിക്കുക. ആവശ്യമെങ്കിൽ ഇരിക്കാൻ അല്ലെങ്കിൽ കിടക്കാൻ സൗകര്യപ്രദമായ സ്ഥലം നൽകുക. വെള്ളം കുടിക്കാൻ കൊടുക്കുക. ചെറുതായി സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയെല്ലാം ചെയ്യാവുന്നതാണ്. പിന്നീട് അവർ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. അവരുടെ അനുഭവം പറയാൻ അനുവദിക്കുക. ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങൾ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യമാണ് തുടങ്ങിയ പിന്തുണാപരമായ വാക്കുകൾ ഉപയോഗിക്കുക. നാലാമതായി അടിസ്ഥാന ആവശ്യങ്ങൾ മനസ്സിലാക്കി അവ നൽകുക എന്നുള്ളതാണ്. വെള്ളം, ഭക്ഷണം, വിശ്രമം, മരുന്ന് തുടങ്ങിയവ ആവശ്യമെങ്കിൽ ഒരുക്കി കൊടുക്കുക. അതിനുശേഷം കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവരുമായി കണക്ട് ചെയ്യിപ്പിക്കുക എന്നതാണ്. ആവശ്യമെങ്കിൽ ഡോക്ടേഴ്സ്, കൗൺസിലേഴ്സ് എന്നിവരുടെ സേവനം ലഭ്യമാക്കാൻ സഹായിക്കുക. ആറാമതായി ഈ വ്യക്തികൾക്ക് പ്രതീക്ഷ നൽകുക എന്നതാണ്. ചെറിയ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. സമൂഹത്തിന്റെ പിന്തുണ നൽകുക. ഭാവിയെക്കുറിച്ച് പ്രത്യാശ നൽകി ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. ദുരന്തങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ മനസ്സിന്റെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാനാണ് മാനസികാരോഗ്യ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നത്. മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏവരെയും നന്ദിയോടെ ഈ ദിനത്തിൽ പ്രത്യേകം ഓർക്കുന്നു. മനസ്സിന്റെ ആരോഗ്യം മനുഷ്യന്റെ ആകെയുള്ള ആരോഗ്യത്തിന്റെയും ആത്മാവിന്റെയും അടിസ്ഥാനമാകട്ടെ. നന്ദി.